ദിവികാരുണ്യ ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, ദ വേ, രക്ഷയുടെ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ചത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഗലീലി അനുഭവങ്ങൾ, അതായത് പാപത്തിൻ്റെ സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ പെരുകുമ്പോൾ വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിലൂടെ വീണ്ടും ദൈവത്തിലേക്ക് നമുക്ക് നടന്നെടുക്കുവാനായിട്ടൊരു സാധ്യതയുണ്ടെന്നായിരുന്നു. ഒരുപാട് പേര് അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അയക്കുകയുണ്ടായി. ഈ ദിവസങ്ങളിലെ ഞങ്ങളുടെ പ്രാർത്ഥനയിലെല്ലാം, വിശുദ്ധ ബലി അർപ്പണങ്ങളിലെല്ലാം നിങ്ങളുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രത്യേകമായിട്ട് ഈ ആഴ്ച കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയട്ടെ. ഒപ്പം ലോകം മുഴുവൻ ഒരു യുദ്ധത്തിൻ്റെ ഭീതിയിലാണ്. എങ്ങും സമാധാനം നഷ്ടപ്പെട്ട ഒരവസ്ഥ നിൽക്കുമ്പോൾ ലോക സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളുടെ മാർപ്പാപ്പാക്ക നിർദ്ദേശിക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ലോക സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾക്കൊക്കെ കഴിയട്ടെ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ നിയോഗങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ച് ഈ ദിവസങ്ങൾ നമ്മൾക്ക് ഏറ്റവും പ്രത്യേകമായിട്ട് പ്രാർത്ഥനയുടെ ദിവസങ്ങളാക്കാം. നോമ്പനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഈ ദിനങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നോമ്പിലെ ഈ 3-ാമത്തെ ആഴ്ചക്കാലം നമ്മൾ ഏറ്റവും പ്രത്യേകമായിട്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് ജെറുസലേം അനുഭവങ്ങളെ പറ്റിയാണ്. ഈശോയുടെ പീഡാസഹന മരണത്തിൻ്റെ ഇടമായ ജെറുസലേമിനെ പറ്റി നമ്മൾ ഏറ്റവും പ്രത്യേകമായിട്ട് ധ്യാനിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ലോകം മുഴുവൻ ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുമ്പോൾ ജെറുസലേമിനെ പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് യുദ്ധങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടി വന്ന ഒരു നഗരമാണ് ഈ ജെറുസലേം എന്ന് പറയുന്നത്. 52 തവണ ഈ ജെറുസലേം നഗരം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 44 തവണ ഈ ജെറുസലേം നഗരം പലരും പിടിച്ചടക്കിയിട്ടുണ്ട്. അത് വീണ്ടെടുത്തിട്ടുമുണ്ട്. 23 തവണ ഈ നഗരം ഉപരോധിക്കപ്പെട്ടിട്ടുണ്ട്. 3 തവണ ഈ നഗരം പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പോലും ദൈവസാന്നിധ്യം കൊണ്ട്, ദൈവകൃപ കൊണ്ട് ഇന്നും ശക്തിപ്പെട്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഇത് നിലനിൽക്കുന്നുമുണ്ട്. സ്നേഹമുള്ളവരെ, തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന ഒരു ബോധ്യമുള്ളവർക്ക്, അല്ലെങ്കിൽ ചില ദൈവ ഇടങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ജെറുസലേം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ദൈവത്തിൻ്റെ ഇടങ്ങളുണ്ട്. നമ്മൾ കണ്ടെത്തേണ്ട, നമ്മൾ അനുഭവിച്ചറിയേണ്ട ചില ദൈവത്തിൻ്റെ ഇടങ്ങൾ. ചിലപ്പോൾ നമ്മളുടെ ഇടവക ദേവാലയമായിരിക്കാം, ചിലപ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന ചില വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ തന്നെ ഭവനങ്ങളായിരിക്കാം, നമ്മളുടെ അപ്പനായിരിക്കാം, നമ്മളുടെ അമ്മയായിരിക്കാം, നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരരായിരിക്കാം. നമ്മൾ ജീവിതത്തിൽ കണ്ടെത്തേണ്ട ചില ദൈവ ഇടങ്ങളുണ്ട്. ഒരു ദൈവ സാന്നിധ്യമുള്ള, നമ്മളുടെ ജീവിതത്തെ എന്നും നന്മയിലേക്ക് മാത്രം നയിക്കുമെന്ന് ഉറപ്പുള്ള, നമുക്കെന്നും നല്ല വഴി പറഞ്ഞു തരുന്ന ചില ദൈവ ഇടങ്ങൾ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ജെറുസലേം നമ്മുടെ ജീവിതത്തിലും ഒളിഞ്ഞിരിപ്പുണ്ട്. കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മളുടെ അപ്പനാവട്ടെ, അമ്മയാകട്ടെ, സഹോദരങ്ങളാകട്ടെ, നമ്മളുടെ വീടാകട്ടെ, നമ്മളെ എന്തൊക്കെയാണോ നന്മയിലേക്ക് നയിക്കുന്നത്, നമ്മളെ എന്തൊക്കെയാണോ ദൈവത്തോട് കൂടുതൽ ചേർത്ത് വെക്കുന്നത്, നമ്മൾ നന്നായി കാണണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ആരാണോ, അവരൊക്കെ നമ്മുടെ ജീവിതത്തിലെ ചില ദൈവ ഇടങ്ങളാണ്. നമ്മൾ പഠിച്ച വിദ്യാലയമായിരിക്കാം, നമ്മുടെ ദേവാലയമായിരിക്കാം. അങ്ങനെ ജീവിതത്തിലെ ദൈവ ഇടങ്ങളെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. ജെറുസലേം ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമായിരുന്നു. അതുകൊണ്ടാണ് നഷ്ടപ്പെട്ട കുഞ്ഞിനെ തേടി മാതാവും പിതാവും അന്വേഷിച്ച് ഒടുവിൽ ജെറുസലേം ദേവാലയത്തിലെത്തിയപ്പോൾ ആ കുഞ്ഞ് ആ മാതാപിതാക്കളോട് പറഞ്ഞ കാര്യമുണ്ട്: ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കേണ്ടതല്ലേ, നിങ്ങളെ എന്നെപ്പറ്റി എന്തിനാണ് ഇത്രയധികം ആകുലപ്പെടുന്നത്, വേദനിക്കപ്പെടുന്നത്? കാരണം ഞാനായിരിക്കേണ്ടത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലല്ലേ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാനായിരിക്കേണ്ടത് ഈ ദൈവത്തിൻ്റെ ഇടത്തിലല്ലേ. സ്നേഹമുള്ളവരെ, ജീവിതത്തിലെ ദൈവ ഇടങ്ങളെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ കഴിയണം. അവിടെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെന്ന വ്യക്തി ശക്തിപ്പെടുന്നത്. ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമാകുന്ന ജെറുസലേമിലേക്ക് ഈശോ കടന്നു വരുന്ന നിമിഷം തന്നെ തീർച്ചയായിട്ടും അറിയാമായിരുന്നു ജീവിതത്തിൽ ഇനി കടന്നു വരാനിരിക്കുന്ന പീഡാസഹനങ്ങളെക്കുറിച്ച്, കുരിശുമരണത്തെക്കുറിച്ച്. പക്ഷേ പൂർത്തീകരിക്കേണ്ട ഒരു ദൈവഹിതം എല്ലാ ദൈവ ഇടങ്ങളിലുമുണ്ട്. നമ്മളുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പൂർത്തീകരിക്കേണ്ട ചില കാര്യങ്ങൾ ഈ ദൈവ ഇടങ്ങളിൽ ബാക്കി നിൽപ്പ് കാണും. അത് നമ്മളിലൂടെ മാത്രമേ പൂർത്തീകരിക്കപ്പെടത്തുള്ളൂ.
അതൊക്കെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. യേശുവിൻ്റെ പീഡാസഹന മരണത്തിൻ്റെ എല്ലാം വേദിയായ ഈ ജെറുസലേമിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ മറ്റൊന്നുമല്ല, പിതാവ് തന്നെ ഈ ഭൂമിയിൽ പൂർത്തിയാക്കുവാനായിട്ട് ഏൽപ്പിച്ച ഒരു ദൈവഹിതം, അത് പൂർത്തിയാക്കുക എന്ന ഒരു ചിന്ത മാത്രമേ യേശുവിന് ഉണ്ടായിരുന്നുള്ളൂ. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം പൂർത്തിയാക്കുന്ന വ്യക്തികളായിട്ട് മാറുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. പ്രശ്നങ്ങൾ കാണും, പ്രതിസന്ധികൾ കാണും, വേദനകൾ കാണും. പക്ഷേ എവിടെയാണോ നമ്മളെ ദൈവം ഈ ഭൂമിയിൽ ഏൽപ്പിച്ച ഒരു ദൈവഹിതം, അത് നമ്മൾ പൂർത്തിയാക്കുന്നത്, അവിടെ നമുക്കൊരു കൃപ ലഭിക്കുന്നുണ്ട്, അവിടെ നമ്മൾ ശക്തിപ്പെടുന്നുണ്ട്, അവിടെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ദൈവ ഇടങ്ങളെ കണ്ടെത്തുവാനും ഒപ്പം ദൈവഹിതത്തെ പൂർണ്ണമായിട്ടും ജീവിതത്തിൽ പൂർത്തിയാക്കുവാനും ഒക്കെ ആയിട്ട് നമുക്ക് കഴിയട്ടെ. മറ്റൊരു വിധത്തിൽ ഈ ദൈവ ഇടങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന ഇടങ്ങളാണ് ഈ ദൈവ ഇടങ്ങൾ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത് എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തിയിരുന്നു ഉത്ഥാനത്തിന് ശേഷം. അതായത് ദൈവാത്മാവ് വർഷിക്കപ്പെടുന്ന ഒരു ഇടമാണ് ദൈവ ഇടങ്ങൾ. ജെറുസലേം ഒരു ദൈവ ഇടമാണ്. അതായത് മറ്റൊരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യഹൂദൻ്റെ ഏറ്റവും വലിയ സ്വകാര്യ അഹങ്കാരമാണ് ഈ ജെറുസലേം. വർഷത്തിലെ 3 തവണ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് യഹൂദർ ജെറുസലേം ദേവാലയത്തിൽ പോയിരുന്നു. 3 തവണ പോകുക എന്നത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം, അവർ മറ്റേത് സ്ഥലങ്ങളിലാണെങ്കിൽ പോലും തിരുനാളുകൾക്ക് അവർ ജെറുസലേം ദേവാലയത്തിൽ എത്തിയിരുന്നു. അതായത് അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ഭാഗം എന്ന് പറയുന്നത് തന്നെ ഈ ജെറുസലേം ദേവാലയമാണ്. ഇന്നും ജെറുസലേം ദേവാലയത്തിൻ്റെ ഇന്നും അവശേഷിക്കുന്ന പടിഞ്ഞാറേ മതിലിൽ തലയിടിച്ചുകൊണ്ട് അവർ നിലവിളിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ അങ്ങയുടെ ഇടത്തെ അങ്ങ് പുനരുദ്ധരിക്കണമേ. മിശിഹായുടെ വരവിനായിട്ട് അവർ കാത്തിരിക്കുന്നുമുണ്ട്. സ്നേഹമുള്ളവരെ, ജീവിതത്തിലെ ദൈവ ഇടങ്ങൾ നമ്മൾ കണ്ടെത്തുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൃപ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ താളം തെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ പാപത്തിലേക്ക് വീണു പോകുന്ന ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ ജീവിതത്തിലെ നമ്മൾ കണ്ടെത്തേണ്ട ദൈവ ഇടങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ നമ്മൾ പിന്നീട് അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാം തിരുവചനം പോലെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ദൈവ ഇടങ്ങൾ കണ്ടെത്തുവാനും പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുവാനും ഒക്കെ ആയിട്ട് നമുക്ക് കഴിയട്ടെ. മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തികളാണ് നമ്മളെല്ലാവരും. പക്ഷേ ആ പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം ഏതെങ്കിലുമൊക്കെ മേഖലയിൽ കെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെ ഊതിക്കത്തിക്കുവാനായിട്ട് ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ പരിശ്രമിക്കണം. അതിനായിട്ട് നമ്മുടെ ജീവിതത്തിലെ ദൈവ ഇടങ്ങളെ നമ്മൾ കണ്ടെത്തണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ, സുവിശേഷത്തിൽ തമ്പുരാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വന്തമാക്കണം, ആത്മാവിൻ്റെ നിറവിൽ നിങ്ങൾ ജീവിക്കണമെന്ന് ക്രിസ്തു ഈ ലോകം വിട്ടു പോകുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ നോമ്പ് കാലത്തും ആത്മാവിനെ സ്വീകരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ പഴയ നിയമ പുസ്തകം മുഴുവൻ പിതാവായ ദൈവത്താൽ നയിക്കപ്പെട്ടപ്പോൾ പുതിയ നിയമ പുസ്തകത്തിൽ ക്രിസ്തു വന്ന് നമ്മളെ വീണ്ടെടുത്തപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മളെന്ന വ്യക്തി നയിക്കപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിനാലാണെന്ന ഓർമ്മപ്പെടുത്തൽ ക്രിസ്തു നമുക്ക് നൽകിയിട്ട് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ട് പോയ ആ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. ആയിരിക്കുന്ന ദൈവ ഇടങ്ങളിൽ തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുവാനായിട്ട് നമുക്കും കഴിയും. മാമോദീസായിൽ നമുക്ക് ലഭിച്ച ആ ദൈവാത്മാവിനെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിപ്പോകരുത്. ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ ആ ആത്മാവിനെ വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അതൊരു ഓർമ്മപ്പെടുത്തലാണ്, ആത്മാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ജെറുസലേം നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം ഇതാണ്: മരണത്തെ പറ്റിയുള്ള ഒരു ധ്യാനം. തൻ്റെ ജീവിതത്തിൽ മരണം വരിക്കുമെന്ന ഒരു ഉറപ്പോടുകൂടിയാണ് ക്രിസ്തു ജെറുസലേമിലേക്ക് കടന്നു വരുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരണത്തിൻ്റെ ഒരു ഇടമായിട്ട് ജെറുസലേമിനെ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് കഴിയും. തൻ്റെ ജീവിതം ഈ നഗരത്തിൽ വെച്ച് അവസാനിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എങ്കിൽ പോലും പൂർത്തീകരിക്കേണ്ടത് എൻ്റെ ഹിതമല്ല,
പിതാവിൻ്റെ ഹിതമാണെന്ന ബോധ്യമുള്ള പുത്രൻ ഓശാന ആരവങ്ങളോടുകൂടി ജെറുസലേമിലേക്ക് പ്രവേശിക്കുകയാണ്. മറ്റൊരു രാജാവായിട്ട് എല്ലാവരും പ്രതീക്ഷിക്കുമ്പോൾ അവരുടെ എല്ലാം പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട്, കുരിശിലെ വിജയം വരിച്ചുകൊണ്ട് എല്ലാവർക്കും രക്ഷ വാഗ്ദാനം ചെയ്യുവാനായിട്ടാണ് ക്രിസ്തു കടന്നു വരുന്നത്. കൊളോസോസ് ലേഖനം 2-ാം അധ്യായം 15-ാം തിരുവചനം. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ വിജയം വരിച്ചുകൊണ്ട് അവയെല്ലാം പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. എല്ലാവരും മറ്റൊരു രാജാവിനെ ജെറുസലേമിൽ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ക്രിസ്തു സഹനത്തിൻ്റെ ദാസനായിട്ട് അവരുടെ എല്ലാം പാപത്തിന് മോചനമായിട്ട് സ്വന്തം ശരീരവും രക്തവും സമർപ്പിച്ച് ലോകത്തെ മുഴുവൻ വീണ്ടെടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ മരണത്തെപ്പറ്റി ധ്യാനിക്കുവാനുള്ള ദിവസമാക്കി നമ്മൾ ഈ നോമ്പുകാലത്തെ മാറ്റണം. നഗ്നമായ ഒരു സത്യമാണ്, നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ഒരു മരണമുണ്ട്. പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമാണ് നമുക്കൊരു മരണമുണ്ടെന്ന സത്യം. പലപ്പോഴും നമ്മളുടെ സംസാരങ്ങൾ, നമ്മളുടെ പ്രവൃത്തികൾ, നമ്മളുടെ ചിന്തകളൊക്കെ ഒരു മരണമില്ലാത്ത ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എന്ന രീതിയിലൊക്കെ ആയിരിക്കാം. പക്ഷേ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു മരണമുണ്ട്. മഹാഭാരതത്തിൽ യക്ഷൻ യുധിഷ്ഠിരനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് നിങ്ങൾ ഈ ലോകത്ത് കണ്ട ഏറ്റവും വലിയ അത്ഭുതം? അതിന് യുധിഷ്ഠിരൻ പറയുന്ന ഉത്തരം ഇങ്ങനെയാണ്: എല്ലാവർക്കും മരണമുള്ള ഈ ഭൂമിയിൽ തനിക്ക് മാത്രം മരണമില്ല എന്ന ബോധ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരെയാണ് ഞാൻ ഈ ഭൂമിയിൽ കണ്ട ഏറ്റവും വലിയ അത്ഭുതം. എല്ലാവർക്കും മരണമുള്ള ഈ ഭൂമിയിൽ തനിക്ക് മാത്രം മരണമില്ല എന്ന ഒരു ബോധ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരെയാണ് ഞാൻ ഈ ഭൂമിയിൽ കണ്ട ഏറ്റവും വലിയ അത്ഭുതം. സ്നേഹമുള്ളവരെ, പലപ്പോഴും മരണത്തെ പറ്റിയുള്ള ഒരു ബോധ്യം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരായിട്ട് നമ്മൾ മാറുന്നുണ്ട്. ഈ ഭൂമിയിൽ തന്നെ ജനിച്ച്, ഈ ഭൂമിയിൽ തന്നെ ജീവിച്ച്, ഈ ഭൂമിയിൽ അവസാനിക്കുന്ന വ്യക്തികളായിട്ട് പലപ്പോഴും നമ്മൾ മാറിപ്പോകുന്നുണ്ട്. മറിച്ച് ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം ഒരു നിത്യജീവൻ, പിതാവിനോടുകൂടി ആയിരിക്കുന്ന ഒരു സമയം നമുക്കുണ്ടെന്ന ഒരു ബോധ്യം ചിലപ്പോൾ നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതത്തെ ചിലപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തും, കുറച്ചുകൂടി നന്മ ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കും. കൂടുതൽ സമ്പാദ്യം വേണ്ടത് ഈ ഭൂമിയിലല്ല, മറിച്ച് സ്വർഗത്തിലാണെന്ന ഒരു ബോധ്യം നമുക്ക് ഉണ്ടാക്കിത്തരും. അതുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട്, നല്ലത് പറഞ്ഞുകൊണ്ട്, നല്ല ചിന്തകളിലൂടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും കടന്നു പോകുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം ഇങ്ങനെയാണെന്നാണ് ചരിത്രത്തിൽ കുറിച്ചിടുന്നത്. മരണത്തിന് മുമ്പ് അലക്സാണ്ടർ ചക്രവർത്തി ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു അത്രേ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ശവമഞ്ചം വഹിക്കേണ്ടത് എന്നെ ചികിത്സിച്ച വൈദ്യന്മാരായിരിക്കണം. രണ്ടാമതായിട്ട് ഈ ചക്രവർത്തി പറയുകയാണ്, എൻ്റെ ശവമഞ്ചം വഹിച്ചു കൊണ്ടുപോകുന്ന വഴികളിൽ ഞാൻ സമ്പാദിച്ച എൻ്റെ സകല സമ്പാദ്യവും വിതറണം. ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞു, ശവമഞ്ചത്തിലെ എൻ്റെ ഇരുകരങ്ങളും പുറത്തേക്കിടണം. വ്യത്യസ്തമായ ഈ ആഗ്രഹത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് ഈ ചക്രവർത്തിയോട് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, എന്നെ ചികിത്സിച്ച വൈദ്യന്മാർ തന്നെ എൻ്റെ ശവമഞ്ചം വഹിക്കുമ്പോൾ ലോകം മുഴുവൻ കാണണം. ആർക്കും ആരെയും എല്ലാ കാലവും മരണത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന്. രണ്ടാമതായിട്ട് എൻ്റെ സർവ്വസമ്പത്തും എൻ്റെ ശവമഞ്ചം വഹിച്ചുകൊണ്ട് പോകുന്ന വഴിയിലൂടെ വിതറുമ്പോൾ ഈ ലോകം മുഴുവൻ കാണണം. അലക്സാണ്ടർ ചക്രവർത്തി നേടിയതൊന്നും അദ്ദേഹം കൊണ്ടുപോകുന്നില്ല എന്ന്. ഏറ്റവും അവസാനമായിട്ട് എൻ്റെ ഇരുകരങ്ങളും പുറത്തേക്കിടുമ്പോൾ ഈ ലോകം കാണണം. ശൂന്യമായ കരങ്ങളോടുകൂടിയാണ് അലക്സാണ്ടർ ഈ ഭൂമിയിലേക്ക് വന്നതെങ്കിൽ മടങ്ങിപ്പോകുമ്പോഴും ശൂന്യമായ കരങ്ങളോടുകൂടെ തന്നെ ആയിരിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, ഇത് നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു ബോധ്യമാണ്. സമ്പാദിച്ചു വെക്കേണ്ടത് ഈ ഭൂമിയിലല്ല, മറിച്ച് സ്വർഗത്തിലാണെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. ഭൂമിയിൽ നമ്മൾ എന്ത് നേടിയെങ്കിലും അതൊന്നും എല്ലാ കാലവും നമുക്ക് നമ്മളോട് കൂടി ചേർത്ത് വെക്കുവാനായിട്ട് കഴിയുന്നതില്ല. നമ്മൾ സമ്പാദിച്ചു വെക്കുന്നത് മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതുപോലും ചേർത്ത് വെക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതുപോലും കൊടുക്കാത്ത ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ, എല്ലാം എനിക്ക് വേണ്ടി എന്ന ഒരു ചിന്താഗതിയോടുകൂടി ജീവിക്കുന്ന വ്യക്തിയാണ് നമ്മളെങ്കിൽ, തീർച്ചയായിട്ടും ഈ നോമ്പുകാലം നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. ഒന്ന് വിട്ടുകൊടുക്കുവാനുള്ള, അല്ലെങ്കിൽ ഭൂമിയിൽ വിട്ടുകൊടുക്കുമ്പോൾ സ്വർഗത്തിൽ സമ്പാദിക്കുവാണെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. ഈ ഭൂമിയിൽ നമ്മൾ നേടുമ്പോൾ, ഈ ഭൂമിയിൽ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ സ്വർഗത്തിൽ നമ്മൾ നേടുകയാണെന്ന ഒരു ബോധ്യമൊക്കെ ഈ നോമ്പുകാലത്ത് നമുക്ക് ഉണ്ടായിരിക്കട്ടെ.
എന്നും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്കൊക്കെ കഴിയട്ടെ. റഷ്യ മുഴുവൻ അടക്കി ഭരിച്ച ലെനിൻ അവസാനം മരണക്കടക്കയിൽ വെച്ച് ലോകത്തോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: ഞാനായിരുന്നില്ല ശരിക്കും ഈ റഷ്യയ്ക്ക് ആവശ്യം, മറിച്ച് ഫ്രാൻസിസ് അസിസിയെ പോലെയുള്ള 10 പേരെയായിരുന്നു. മറ്റൊരിടത്ത് വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെട്ട് സെന്റ് ഹെലേന ദ്വീപിലെ തടവുകാരനായിരുന്നപ്പോൾ നെപ്പോളിയൻ ലോകത്തെ ഓർമ്മിപ്പിച്ചു, ഒരു രാജ്യവും നിലനിൽക്കുന്നില്ല നസ്രായൻ്റെ ഒഴികെ. ഒരു രാജ്യവും നിലനിൽക്കുന്നില്ല നസ്രായൻ്റെ ഒഴികെ. സ്നേഹമുള്ളവരെ, നിലനിൽക്കുന്ന ഏകരാജ്യം സ്വർഗരാജ്യമാണ് എന്നൊരു ബോധം. അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മരണം എന്നൊരു സത്യം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ പടിവാതിക്കൽ എത്തി നിൽക്കുമെന്ന ഒരു ബോധ്യം നമുക്കൊക്കെ ഉണ്ടായിരിക്കട്ടെ. മരണം നമ്മുടെ പടിവാതിക്കൽ വന്ന് നിൽക്കുമ്പോൾ ആ മരണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്ന ഒരു നല്ല വ്യക്തിയായിട്ട് മാറുവാനായിട്ട് നമുക്ക് കഴിയൂ. നടപടി പുസ്തകത്തിൽ എസ്തപാനോസിൻ്റെ ജീവിതം നമ്മൾ കാണുന്നുണ്ട്. സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. ചുറ്റും നിന്നവരെല്ലാം കല്ലെറിയുകയാണ്. പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൽ കുറിച്ചിട്ടത് ഇങ്ങനെയാണ്: എസ്തപാനോസ് കണ്ണുകൾ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി, പിന്നീട് പുഞ്ചിരിച്ചുകൊണ്ടാണ് ഈ ലോകം വിട്ട് കടന്നു പോയതെന്ന്. സ്നേഹമുള്ളവരെ, നമ്മളുടെ വാക്കും പ്രവൃത്തിയും ചിന്തകളുമൊക്കെ എന്നും ദൈവത്തോട് ചേർന്നതാണെങ്കിൽ സ്വർഗത്തിൽ നമുക്കായിട്ട് മഹത്തായ ഒരു നിക്ഷേപം കരുതി വെച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് മരണത്തെ പറ്റിയുള്ള ഒരു ധ്യാനം ഈ നോമ്പുകാലത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശക്തിപ്പെടുന്ന ദിവസമായിട്ട് ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ നമുക്ക് മാറട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചില ദൈവ ഇടങ്ങളുണ്ട്. ആ ദൈവ ഇടങ്ങളെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. മരണമെന്ന ഒരു സത്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന ഒരു ബോധ്യത്തോടു കൂടി എന്നും ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.